നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 472. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 472. 219 സർഗം അംബരീഷൻ്റെ ഭക്തിമഹിമ എന്നുള്ള അധ്യായമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 13ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. അസ്ത്രാഗ്നിതൻ ചൂട് ശമിക്ക് ഉള്ളം കൊളിർത്ത് രാജാവിനോട് ആ മുനീന്ദ്രൻ മൂർധാവ് അതിൽ തൻ ഇരുകൈകളും വെച്ച് അനുഗ്രഹിച്ചോതി അലിഞ്ഞ് ഈ വണ്ണം. നമ്മളതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ആനന്ദാശ്രുക്കൾ വരും. അറിയാതെ കണ്ട് വേണമെങ്കിൽ രണ്ടുപേരെയും നമുക്ക് നമസ്കരിക്കാം. എന്താ അങ്ങനെ പറയാൻ കാരണം അംബരീഷ ചക്രവർത്തി ഭഗവാന്റെ വാക്കിൽ ഭക്തപുങ്കവനാണ്. അങ്ങനെ ഒരു വാക്ക് ഞാൻ വേറെ ആർക്കും പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ എന്താ പറയുക, ശിവാംശമായിട്ടുള്ള ദുർവാസാവ് മഹർഷി, അദ്ദേഹത്തിനെ നമസ്കരിക്കണം. അപ്പോൾ ഇവിടെ ആ രണ്ട് കൂട്ടരുടെ കെമിസ്ട്രി അല്ലേ, അങ്ങനെയാണല്ലോ പറയാ. ഇനി എന്താണ് ഭജിച്ചത്, അല്ലെങ്കിൽ എന്താണ് സ്തുതി, അലിഞ്ഞ് എന്താണ് പറഞ്ഞത്? ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം അതൊക്കെ അല്ലേ. നോക്കുക. യഥാർത്ഥ ഭക്തോത്തമർത്തൻ മഹത്വം അറിഞ്ഞു ഞാൻ ഇന്നു മഹീന്ദ്ര. ഭൂമിയിലെ ഇന്ദ്ര, രാജാവേ, ചക്രവർത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. യഥാർത്ഥ ഭക്തോത്തമൻ തന്മഹത്വം. ഭക്തന്മാർ ധാരാളുണ്ട്. യഥാർത്ഥ, അതാണ് യഥാർത്ഥ. യഥാർത്ഥ ഭക്തോത്തമർ തൻ മഹത്വം അറിഞ്ഞു ഞാൻ ഇന്നു മഹീന്ദ്ര. ഉപദ്രവിച്ചോന് ഉപകാരമല്ലീ ചെയ്തുള്ളതങ്ങിനെ അതെനിക്കു പാഠം. നമ്മൾക്കുള്ളൊരു ഗുണപാഠമാണത്. നമ്മളെ ഉപദ്രവിച്ചവർക്ക് കൂടി നമ്മൾ നന്മ ആശംസിച്ചാൽ മതി. മനസ്സുകൊണ്ട് നമ്മൾക്ക് പാര വെച്ചിട്ട് എത്ര ആൾക്കാരുണ്ടാവും. കുടുംബത്തിലുണ്ടാവാം, ഔദ്യോഗിക സ്ഥലത്തുണ്ടാവാം. പക്ഷേ അവർക്ക് നന്മ നമ്മൾ ആശംസിക്കാം മനസ്സുകൊണ്ട്. അവർ തോറ്റു. എന്താ ഞാനിങ്ങനെ പറയാൻ കാരണം, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഉച്ചിയിൽ സഹസ്രാരപത്മം, അതിൻ്റെ അവിടെ തഥാതൻ പറഞ്ഞിട്ട് ഋഷി ഉണ്ട് എന്നാണ് സങ്കല്പം. അപ്പം ഞാൻ എന്തെങ്കിലും മനസ്സിൽ സങ്കല്പിക്കുക, ഞാൻ എന്തെങ്കിലും വാക്കുകൾ ഉച്ചരിച്ചാൽ ഉടനെ ഈ ശക്തിവിശേഷം തഥാതു എന്ന് പറയും. അങ്ങനെ ആവട്ടെ എന്ന്. അപ്പം ഞാൻ ക്രോധം വന്നു ആരെയെങ്കിലും ശകാരിച്ചു വയ്ക്കുക, അത് എനിക്കുള്ള സമ്മാനമായിട്ട് മാറും. അപ്പോൾ ഈ ഭാഗവതും അറിയില്ല, തഥാതനെയും അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായി. നമ്മളൊക്കെ തോൽപ്പിക്കപ്പെടുകയാണ്, നമ്മളൊക്കെ പരാജയപ്പെടുത്തുകയാണ് മായ. നമ്മളെന്താ വിചാരിച്ചത്? നഗ്നനേത്രങ്ങളെ കൊണ്ട് കണ്ടാലേ കുഴപ്പമുള്ളൂ എന്ന്. അങ്ങനില്ല. നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണണ്ട, അറിവാകുന്ന മനക്കണ്ണുകൊണ്ട് കണ്ടാൽ മതി. അതിനാണ് ഗുരുമുഖത്തിൽ നിന്ന് ഉപദേശം വാങ്ങി ഭക്തിയുടെ മാർഗം തെളിഞ്ഞു കിട്ടാനുള്ള സ്വാധ്യായം നമ്മൾ ചെയ്തിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുക. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഉപദ്രവിച്ചോന് ഉപകാരമല്ലീ ചെയ്ത് ഉള്ളതങ്ങനെ അങ്ങ് ഇന്നത് എനിക്കു പാഠം. നമ്മൾ അത് പാടെടുക്കണം. നല്ലോർക്കറിഞ്ഞിങ്ങനെ ചെയ്യുവാനും ത്യജിക്കുവാനും കഴിയാത്തതെന്താം. എല്ലാവർക്കും നല്ലതിനെ ഇങ്ങനെ ചെയ്യുവാൻ സാധിക്കാണ്ട് എന്തു പോയി? എൻ്റെ ഒരു കണ്ണ് പോയാലും എൻ്റെ 2 കണ്ണും പോട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് 99.99. അങ്ങനെയാണ്. ആസുരീയ പ്രഭാവമാണ് നമുക്കത് പാടില്ല.
നല്ലോർക്കറിഞ്ഞിങ്ങനെ ചെയ്യുവാനും ത്യജിക്കുവാനും കഴിയാത്തതെന്താം അവർക്ക് ലക്ഷ്മീപതി വാസുദേവനെന്നും വശപ്പെട്ടു വിളങ്ങുവോനാം. ഈ പോയിന്റ് 1% ഞാൻ പറഞ്ഞല്ലോ. അവർക്ക് മാത്രമാണ്, അവർക്ക് ലക്ഷ്മീപതി സാക്ഷാൽ മഹാവിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ അങ്ങനെ പറയാ, അവർക്ക് ലക്ഷ്മീപതി വാസുദേവൻ എന്നും വശപ്പെട്ടു വിളങ്ങുവോനം. എന്നും ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഭക്തപുങ്കരനായി. പക്ഷെ അത് സംഭവിക്കണില്ല. സപ്താഹവേദിയിൽ ആചാര്യനായിട്ടിരിക്കുമ്പോൾ ഗമുള്ളവർ വരുമ്പോൾ നമ്മൾ അവരെ തൊഴുന്നു വെച്ചാൽ നമ്മൾ കാണുന്നുണ്ട്. അതിന് ആവശ്യമില്ല. എല്ലാവരെയും മനസ്സുകൊണ്ട് തൊഴാം. യജ്ഞവേദിയിൽ ഇരിക്കുമ്പോൾ, വ്യാസപീഠത്തിലിരിക്കുമ്പോൾ സ്വന്തം ഗുരു വന്നാൽ കൂടി എണീക്കണ്ടെന്ന് പ്രമാണമുണ്ട്. കാരണം വ്യാസപീഠമാണ്. വ്യാസപീഠത്തിലിരിക്കുമ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ പിന്നെ ആദ്യത്തെ ദിവസം 1000 രൂപ ദക്ഷിണ തന്നവൻ വന്നാലൊക്കെ ചിരിട്ടു കാണിക്കണം. അത് ശരിയല്ല. അത് നമ്മൾ മഹാലക്ഷ്മിയെ നിന്ദിക്കുകയാണ്, ഭാഗവതത്തിനെ നിന്ദിക്കുകയാണ്. ഭാഗവതം ഗർജിക്കണം എന്താ? ഉദരംഭരികളായിട്ട് എന്നെ ക്രയവിക്രയം ചെയ്യരുത്. എത്ര ആൾ മനസ്സിലാക്കിയിട്ടുണ്ട്? ഉദരംഭരികൾ വയറ് നിറയ്ക്കാനായിട്ട് എന്നെ ക്രയവിക്രയം ചെയ്യരുതെന്ന് ഭാഗവതം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? അവർക്ക് ലക്ഷ്മീപതി വാസുദേവനെന്നും വശപ്പെട്ടു വിളങ്ങുവോനാം. യവന്റെ ആരുടെ നർത്ഥം? യവന്റെ നാമം ചെവിയിങ്കലൊന്നു പെട്ടിടുകിൽ താൻ മനുജൻ വിശുദ്ധൻ. നമ്മുടെ കർണപുടം ചെവിയിലെ ഒരു പ്രാവശ്യം കൃഷ്ണ കൃഷ്ണ മുകുന്ദ മുരാരേ എന്ന് കേട്ടാൽ നമ്മൾ ചെയ്ത പാപം തീരുന്ന. പക്ഷെ നമ്മൾ ശരിക്കും കേൾക്കണില്ല. വിൽ യു പ്ലീസ് ഓഫ്? ഐ ആം സോ ബിസി. ഐ ആം ടോക്കിംഗ് ടു സംവൺ ഇൻ അമേരിക്ക. ആരെങ്കിലും വീട്ടിൽ കൃഷ്ണ കൃഷ്ണ മുകുന്ദ മുരാരേ എന്ന് നാമം ചൊല്ലുമ്പോൾ മക്കളോ മരുമക്കളോ പറയാണ്, വിൽ യു പ്ലീസ് കീപ് മം ഫോർ എ മിനിറ്റ്, ഐ ആം ടോക്കിംഗ് ടു മൈ ഫ്രണ്ട്സ് സംവെയർ ഇൻ സ്റ്റേറ്റ്സ് ഓർ UK. എടപ്പോൾ പാപമോചനത്തിന് പറ്റിയിട്ടുള്ള നാമങ്ങൾ ഉച്ചരിക്കുന്ന ആളോട് നീയും ഉണ്ടാതേണ്ടിരിക്കും ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ പാപം എവിടെ? അപ്പം ഞാനാണ് ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് വേണം? ഈ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന എന്ന് കേട്ടും കൊണ്ട് ഭക്തി പുരസ്സരം ആരേനെയാണ് ഞാൻ വിളിക്കുന്നത്? അയാൾക്ക് ഞാൻ പറയുന്നത് ശരിക്കും കേൾക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ദൂരത്തേക്ക് പോകണം. അപ്പോൾ നാമം ചെല്ലുന്നത് ഒബ്സ്ട്രക്റ്റ് ചെയ്യാൻ പാടില്ല. അതൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ പ്രശ്നങ്ങൾ അറിവില്ലായ്മയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ യവന്റെ നാമം ചെവിങ്കലൊന്നു പെട്ടിടുകിൽ താൻ മനുജൻ വിശുദ്ധൻ. ആ ഭക്തദാസൻ വശനായവന്. ആ ഭക്തദാസനാരാ? ഭഗവാൻ. ഭഗവാനാണ്. ഞാൻ എൻ്റെ ഗുരുനാഥനെ ഓരോ ശ്വാസനിശ്വാസത്തിലും നമിക്കുകയാണ്. കാരണം എന്താ? ഈ ഭാഗവത ഭക്തദാസൻ എന്നൊരു പേര് പറഞ്ഞു. അത് ടെക്നിക്കലി ഇനി ലൗകികാവസ്ഥയിൽ എൻ്റെ പേരുമായിട്ട് വളരെ യോഗ്യമുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് SSLCയിലൊക്കെ ഇങ്ങനെ 2 പ്രാവശ്യം തോറ്റ് ക്യാമനായി ഞാൻ. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഈ രാജഗോപാലൻ എന്നുള്ളത് 2 പേര് വേണ്ടടോ, ഒരു പേര്, ഒന്നില്ലെങ്കിൽ രാജൻ അല്ലെങ്കിൽ ഗോപാലൻ. അപ്പോൾ അയാൾ ഈ ന്യൂമറോളജിയൊക്കെ നോക്കിയിട്ട് കാശ് വാങ്ങണ ആളാണ്. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനത് ഓവർഹിയർ ചെയ്തു, എന്നോട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അച്ഛനൊന്നും പറഞ്ഞില്ല അയാളോട്, എന്നോട് പറഞ്ഞു സ്വകാര്യമായിട്ട് എന്നെ വിളിച്ചിട്ട്, നമുക്ക് ഞാൻ പേരിട്ടത് അർത്ഥം അറിഞ്ഞിട്ട് ഞാൻ പേരിട്ടത് എന്ന് പറഞ്ഞു. രാജഗോപാലൻ, ഗോപാലന്മാരുടെ രാജൻ എന്നാണ്. അറിവുള്ളവരുടെ നേതാവ് എന്നൊക്കെ അർത്ഥമാണ് മലയാളത്തിൽ. അന്ന് എനിക്ക് അറിവില്ലാത്ത പേര് അപ്റ്റായി തോന്നിയില്ല. ഇന്ന് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ആ പേര്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. ആ ഭക്തദാസൻ വശനായവന്
കുറേ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് എൻ്റെ എല്ലാ കാര്യവും അദ്ദേഹം നോക്കുന്നുണ്ട്. ആരെ? ഭഗവാൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ ഭക്തദാസൻ വശയനായവന് സാധിക്കുവാനില്ല ഇനി മഞ്ഞിലൊന്നും. ഈ ഭൂമിയിലെ ഈശ്വരൻ്റെ കടാക്ഷമുള്ള ഒരാൾക്ക് ഈ ഭൂമിയിൽ നേടേണ്ടതായിട്ടൊന്നുമില്ല. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഇനി എന്താ വേണ്ടേ? കൃപാലു നീ എന്നെ അനുഗ്രഹിച്ചു. ആരെ? പിന്നെ എന്താ പറയുക, വിഷുവല്ല പറഞ്ഞത്, പിന്നെ ഈ പിന്നെ ശൈവാംശമായിട്ടുള്ള ക്രോധാണ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ. ദുർവാസാവ് മഹർഷി, എനിക്ക് ഞാൻ ഇവിടെ എഴുതി വെക്കട്ടെ, ഇവിടെ എങ്കിലും ആരെങ്കിലും ഒരു ഉപകാരം ഒരു ദുർവാസാവ് മഹർഷി അംബരീഷ ചക്രവർത്തിയോട് പറയാണ്, കൃപാലു നീ എന്നെ അനുഗ്രഹിച്ചു ന. മാത്രമല്ല, കൃപാലു നീ എന്നെ അനുഗ്രഹിച്ചു, കൊല്ലാൻ പുറപ്പെട്ടിടുവോനിലേതും. ഞാൻ തന്നെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ദുർഭൂതത്തെ ഉണ്ടാക്കിയത്. അപ്പോൾ അവരെ നീ സംരക്ഷിക്കുക ചെയ്തത്. എന്നെ വധിക്കാൻ വേണ്ടി ഒരു ദുർഭൂതത്തെ ഉണ്ടാക്കി ഞാൻ, എൻ്റെ അജ്ഞാനം കൊണ്ട്. അപ്പോൾ എന്നെ അനുഗ്രഹിക്കുമ്പോൾ എന്താ? അതുകൊണ്ടാണ് പറഞ്ഞത്, കൊല്ലാൻ പുറപ്പെട്ടിടുവോനിലേതും കുറ്റങ്ങൾ കാണാതെ കനിഞ്ഞ ഈ വണ്ണം പ്രാണങ്ങളെ ഈടിന പുണ്യവാനാം. എനിക്ക് ജീവൻ ദാനം ചെയ്തവനാണ് നീ എന്നാ പറഞ്ഞത്. ശരിയല്ലേ? ഇപ്പോൾ ഈ പിന്നെ അംബരീഷ ചക്രവർത്തിയുടെ പാതാരവിന്ദങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് ദുർവാസ മഹർഷി നമസ്കരിച്ചില്ല വിചാരിക്കുക. സുദർശനം മുണ്ടാണ്ട് നിൽക്കുമോ? ഇല്ല. സുദർശനം തൻ്റെ യജമാനൻ്റെ ഭക്തനായിരിക്കുന്ന അംബരീഷ ചക്രവർത്തിക്ക് എതിരുണ്ടാക്കി ആ ആളെ കൊല്ലുക എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഭഗവാൻ വശമാവാൻ വേണ്ടി നമ്മൾ തലകുത്തി നിൽക്കും. ഇപ്പം നമ്മൾ ഭഗവാൻ വശമാവാൻ വേണ്ടി ഒന്നും ചെയ്യാണ്ടിരിക്കാൻ കാരണം എന്താ? ഭഗവാന്റെ മഹിമ ഒരു ലേമാൻ, ഒരു സാധാരണക്കാരന് മനസ്സിലാവണില്ല. എത്രയോ അമ്പലങ്ങളിൽ പോയി, എത്രയോ സത്സംഗങ്ങൾ കേട്ടിട്ടുണ്ടാവും, എത്രയോ സപ്താഹത്തിന് പോയി ഊണ് കഴിച്ച് വന്നിട്ടുണ്ടാവും. പക്ഷേ മനസ്സ് തട്ടിയിട്ട് ഈ പറയുന്ന സോക്കാൾഡ് ബ്രഹ്മം എൻ്റെ ജീവനാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എത്ര ആൾക്ക് സന്ദർഭം കിട്ടിയിട്ടുണ്ട്? പ്ലീസ് ടെൽ മീ. വളരെ ഓപ്പണായിട്ട് പറയാം നിങ്ങൾക്ക് എന്നോട്. ഓരോരുത്തരുടെ ഉള്ളിലുള്ള ജീവൻ തന്നെയാണ് ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ബലരാമൻ, ശിവൻ എന്നൊക്കെ തീർത്ത് പറയാനുള്ള ഭക്തിജ്ഞാന വൈരാഗ്യം നിങ്ങൾക്ക് ഉണ്ടായാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇല്ലാത്തടത്തോളം കാലം പുനരഭിജനനം, പുനരഭിമരണം നമ്മൾ കാലചക്ര പ്രവാഹത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും കറങ്ങിക്കൊണ്ടിരിക്കും. അത് വേണ്ട. അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോൾ പറഞ്ഞു, വരാതിരിക്കില്ല മഹർഷി എന്ന വിശ്വാസമാർന്നാവിധം അത്രയും നാൾ ഉണ്ടീല. അതായത് ഈ ദുർവാസാവ് മഹർഷി ദുർഭൂതത്തിനെ ഉണ്ടാക്കി. അപ്പോൾ അംബരീഷ ചക്രവർത്തിയുടെ നെറ്റിത്തടത്തിൽ നിന്ന് സുദർശന ചക്രം പുറപ്പെട്ടു. ഇദ്ദേഹം സത്യലോകത്ത് പോയി. സത്യലോകത്തിൽ കാര്യം നടക്കില്ല എന്ന് പറഞ്ഞിട്ട് കൈലാസത്ത് പോയാലും കാര്യം നടക്കില്ല എന്ന് പറഞ്ഞിട്ടും പിന്നെയുമായ കൈലാസത്ത് പോയി. ശിവനെയും കൂട്ടി, ബ്രഹ്മാവിനെയും കൂട്ടി, എന്താ പറയുക, വൈകുണ്ഠത്ത് പോയി. വൈകുണ്ഠത്തിൽ ഭഗവാൻ പറഞ്ഞു, ഞാൻ നിരീച്ച ഒരു നിവൃത്തിയില്ലടോ, ഞാൻ സ്വതന്ത്രനല്ല, പരതന്ത്രനാണ്, ഭക്തന്മാരുടെ വശത്താണ് ഞാൻ. ഒരു കാര്യം ചെയ്യൂ, എവിടുന്നാണ് ഈ പ്രശ്നം തുടങ്ങിയത്? അയാളെ പോയി സന്തോഷിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അത്രയും നാള് ദുർവാസാവ് മഹർഷി അന്നം കഴിച്ചിട്ടില്ല എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. തുളസി തീർത്ഥം പാരണ ചെയ്തിട്ടുണ്ട്. പ്രാണൻ കടക്കാൻ വേണ്ടി വെള്ളം കുടിക്കും, അന്നം കഴിച്ചിട്ടില്ല അദ്ദേഹം. അതാണ് ഭക്തിയുടെ മഹിമ, വാക്കിൻ്റെ മഹിമ. അങ്ങ് കുടിച്ചു വന്ന് പാരണ വീടാം,
അല്ലെങ്കിൽ ഒപ്പം വരുന്ന ആഹാരം കഴിക്കാം, ഭിക്ഷയ്ക്ക് വരണം എന്നാണല്ലോ പറഞ്ഞത്. കുളിച്ച് ഊത്ത് കഴിഞ്ഞ് ഭിക്ഷയ്ക്ക് വരുമെന്നല്ലേ പറഞ്ഞത്. ഈ ഒരു ഇൻട്രിക്കേറ്റ് പോയിന്റ്, വളരെ ബുദ്ധിപൂർവം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഈ പോയിന്റ് നമുക്ക് എത്ര ആൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്? അതാണ് കുറ്റങ്ങൾ കാണാതെ കനിഞ്ഞ് വണ്ണം പ്രാണങ്ങളേടിന പുണ്യവാനാം വരാതിരിക്കില്ല മഹർഷി എന്ന വിശ്വാസമാർന്ന് ആവിധം അത്രയും നാൾ. അവിടെ ഞാൻ ഓം നമ എന്ന് എഴുതി വെച്ചിട്ടുള്ളൂ. എനിക്ക് സംഗതി മനസ്സിലായിട്ടുണ്ട്. അപ്പം ബ്രഹ്മവാചകം ഓം നമ. ഉണ്ടീല തൃക്കാൽക്കൽ നമസ്കരിച്ചു വേഗം ഭുജിപ്പിച്ചു മഹാനുഭാവൻ. അപ്പോ വേഗം ഇനി കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, നമ്മൾ മനസ്സിലായി. ഇനി നമുക്ക് വേഗം പോവാ, ഊണ് കഴിക്കാം. അതാണ് സമാദരിച്ച് ഏകിയ സദ്യ തൃപ്തിപ്രദം തെളിഞ്ഞ് ഉണ്ടു മഹാമുനീന്ദ്രൻ. വളരെ കേമനാണ് അദ്ദേഹം. സമാദരിച്ച്, വളരെ ആദരവോടുകൂടി സമാദരിച്ച് ഏകിയ സദ്യ തൃപ്തിപ്രദം തെളിഞ്ഞ് ഉണ്ടു മഹാമുനീന്ദ്രൻ. നൃപാലനോട് അങ്ങ് ഇനി വേഗം ഉണ്ണുകെന്നോതി വാത്സല്യമകം വഴിഞ്ഞോൻ. ഒപ്പമല്ല ഉണിക്കണത്, ഗസ്റ്റിനെ ഊട്ടുക, എന്നിട്ട് ഹോസ്റ്റ് ഊണ് കഴിക്കുക. അല്ലാണ്ട് ഗസ്റ്റിനെ ഉമ്മർത്തിരുത്തിയിട്ട് ഊണ് കഴിച്ചിട്ടല്ലേ വന്നത് എന്നുള്ള ചോദിക്കണത്. ഇപ്പോൾ അങ്ങനെയൊക്കെയാണ്. കുറേ പ്രശ്നമുണ്ടോ? നൃപാലനോട് അങ്ങ് ഇനി വേഗം ഉണ്ണുകെന്നോതി വാത്സല്യം അകം വഴിഞ്ഞോൻ. എനിക്ക് ഇത് എന്താകിലും അങ്ങയായിട്ടുണ്ടായ സംസർഗം അതീവ ഭാഗ്യം. എനിക്കിതെന്താകിലും അങ്ങയായിട്ടുണ്ടായ സംസർഗം അതീവ ഭാഗ്യം. ചക്രാഗ്നിയാൽ, ചക്രം സുദർശനം, ചക്രാഗ്നിയാൽ ഒരു പുതിയ വേടാ. ചക്രാഗ്നിയാൽ തീരെ അഹന്ത നീക്കി, എൻ്റെ അഹന്ത നീക്കി തന്നു അങ്ങ്, എൻ്റെ ബുദ്ധിയില്ലായ്മ അങ്ങ് മാറ്റി തന്നു. ചക്രാഗ്നിയാൽ തീരെ അഹന്തനിക്ക് വളർത്തി വേണ്ടും വിനയാദി സർവം. മുകുന്ദ ഭക്താഗ്രണിയാം ഭവാന്റെ, മുകുന്ദ ഭക്ത അഗ്രണി, ഏറ്റവും മുന്നിൽ നിൽക്കണ ആളെന്ന് അർത്ഥം. ഭഗവാന്റെ തൊട്ടടുത്ത് നിൽക്കണ ആള്. മുകുന്ദ ഭക്താഗ്രണിയാം ഭവാന്റെ മുമ്പാകെ മൂർധാവിതു ചെറ്റുപോലും കുനിഞ്ഞിടാതോനുടെ ഗർവമാകെ. സാധാരണ നിലയ്ക്ക് ദുർവാസാവ് മഹർഷി ആരേനെയും തല കുമ്പിടാറില്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊക്കെ എത്ര രസമായിട്ടാണ് ഈ പദങ്ങളിൽ കിടക്കണത്. മുകുന്ദ ഭക്താഗ്രണിയാം ഭവാന്റെ മുമ്പാകെ മൂർധാവിതു ചെറ്റുപോലും കുനിഞ്ഞിടാതോനുടെ ഗർവമാകെ അകറ്റിനാൻ ഇങ്ങിനെ വിഷ്ണു ചക്രം. ഈ വിഷ്ണു ചക്രം എന്നെ കൊണ്ട് അങ്ങയെ നമസ്കരിപ്പിച്ചു. അങ്ങയുടെ തിരുപാദപത്മങ്ങളെ ശരണം എന്ന് പറഞ്ഞു ഞാൻ, ഇല്ലേ? എന്താ കാരണം? എൻ്റെ അഹന്തയെ ഇല്ലാതെ ഉണ്ടാക്കാൻ വേണ്ടി ഭഗവാൻ ചെയ്ത ഒരു കർമ്മമായിരിക്കും ഇത്. വിശുദ്ധ ഭക്തി പ്രഥമാം ഭവാന്റെ സൽകീർത്തി വിണ്ണാരികൾ വാഴ്ത്തുമെന്നും. അതായത് ദേവലോകത്തെ ദേവസ്ത്രീകൾ ആ ചന്ദ്രതാരം, ചന്ദ്രനും സൂര്യനും മറ്റ് ഇതര നക്ഷത്രങ്ങളും ഉള്ള കാലം നഭാകന്റെ മകനായിരിക്കുന്ന അംബരീഷ ചക്രവർത്തിയുടെ കീർത്തി പാടും ലോകമുള്ള കാലം എന്നാണ് പറഞ്ഞത്. നമ്മൾക്ക് ഏകാദശി മഹാത്മ്യം എന്താണെന്ന് അറിയില്ല. കഥകളിയിലുണ്ട്. അതിനാർക്കാ കഥകളി ഇഷ്ടം? കാലം നമ്മളെ ആരും അല്ലാണ്ടാക്കി. പണ്ട് ആൾക്കാരുടെ കാശില്ല, പക്ഷെ അവരൊക്കെ എന്തോ സംതിങ്. നമ്മുടെ കയ്യിൽ കാശുണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ ഇൻ്റലിജൻസ് ഇല്ലാണ്ട് പോയി. വിശുദ്ധ ഭക്തി പ്രഥമാം ഭവാന്റെ സൽകീർത്തി വിണ്ണാരികൾ വാഴ്ത്തുമെന്നും ശൗശീലമൊട്ടേറെ വളർത്തിടും നിൻ ചരിത്രം ഈ ഭൂമിയും ഏറ്റുപാടും. അങ്ങയുടെ ശൗശീലം, ഇത്രത്തോളം സുശീലത്തുള്ള ആളെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. ശൗശീലമൊട്ടേറെ വളർത്തിടും നിൻ ചരിത്രം ഈ ഭൂമിയും ഏറ്റുപാടും. അപ്പോൾ
ഈ ഒരു സപ്താഹം നടന്നാൽ ഈ അംബരീഷ ചക്രവർത്തിയുടെ ഗുണഗണങ്ങൾ, ഭഗവാനായിട്ടുള്ള കെമിസ്ട്രി, ദുർവാസാവ് മഹർഷിയായിട്ടുള്ള കെമിസ്ട്രി ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അഹങ്കാരമുള്ളവർക്ക് നേരാവേണ്ടതാണ്. അത് ആവണില്ല എന്നുള്ളൊരു സത്യമാണ്. കാരണം എന്താ? വേണ്ട പോലെ മനസ്സിലാക്കിക്കാനുള്ള കഴിവ് വ്യക്തികൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. ഞാനത്രേ പറയുള്ളൂ. സമയമില്ല എന്നൊക്കെ നമുക്ക് പല കാര്യങ്ങളും പറയാം. അപ്പോൾ സ്വാധ്യായം ചെയ്തവരോടെ സംസാരിക്കാൻ പാടുള്ളൂ. ലക്ഷക്കണക്കിന് ഉറുപ്പ് ചിലവാക്കിയിട്ടൊരു സപ്താഹം നടത്തിയെന്ന് പറഞ്ഞാൽ അതിൽ ഊണ് കഴിച്ചാൽ പോരാ. അതിൽ നിന്ന് നമ്മൾ എന്ത് ഉൾക്കൊണ്ടു? എൻ്റെ ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരാൾക്ക് ഭാഗവതം വാങ്ങി സ്വാധ്യായം ചെയ്യണം എന്നുള്ളൊരു തോന്നൽ തനിക്ക് തോന്നിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ യജ്ഞം വിജയിച്ചു. അതുകൊണ്ടാണ് പറയാൻ കാരണം. ശൗശീലമൊട്ടേറെ വളർത്തിടുന്നിൻ ചരിത്രം ഈ ഭൂമിയും ഏറ്റുപാടും ഈ വണ്ണം ഉർവീശനെ വാഴ്ത്തി. ഉർവീശൻ, ഭൂമിയിലുള്ള ഈശൻ. ആര്? ബ്രാഹ്മണനല്ല ഇവിടെ, ക്ഷത്രിയനായിരിക്കുന്ന അംബരീഷ ചക്രവർത്തി, നാഭാഗൻ്റെ മകൻ, ഭക്തപുങ്കവൻ, ഭക്താഗ്രഗണ്യൻ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെട്ടിട്ടുള്ള ആള്. ഈ വണ്ണം ഉർവീശനെ വാഴ്ത്തി ഉള്ളം തെളിഞ്ഞൊരാ മാമുനി യാത്ര പറഞ്ഞു. ഭക്തന്റെ ആ നൽകഥ ചൊൽവതിന് വിൺമാർഗമായെത്തി വിരിഞ്ച ലോകം. വിരിഞ്ചൻ അവിടെ അതിൽ മുട്ടിയില്ലോ, തുറന്നില്ലല്ലോ, അവിടെ എത്തി. ഭക്തന്റെ ആ നൽകഥ ചൊൽവതിന് വിൺമാർഗമായെത്തി വിരിഞ്ച ലോകം. നൃപൻ ഒരാണ്ടങ്ങിനെ ചക്രഭീതി നിമിത്തമോടിയിടിന മാമുനീന്ദ്രൻ വന്നെത്തിടും നാൾ വരെ വെള്ളമല്ലാതെ ആഹാരമില്ല. അത്ഭുതം എന്തു ചൊല്ലാം. ഒരു ആണ്ടെടുത്തു എന്നാ പറഞ്ഞത്. അന്ന് ദിവ്യന്മാരാണെങ്കിലും എനിക്കിതിപ്പോൾ ഓർമ്മ വരുന്നത്, ഞാൻ പെട്ടെന്ന് ആളുടെ ഓർമ്മ വരുന്നില്ല. ഒരാൾ തൻ്റെ ഭാര്യേനെ ആർക്കാണ് കൊടുക്കേണ്ടത് എന്നൊരു സംശയം ഉണ്ടായി. ബ്രഹ്മലോകത്ത് പോയതാ ചോദിക്കാൻ വേണ്ടിയിട്ട്. താൻ അവിടുന്ന് പുറപ്പെട്ട് 28 ചതുരയുഗങ്ങൾ കഴിഞ്ഞു. ഇപ്പം എന്താ മനസ്സിലാക്കിയത്? ഇപ്പോൾ ദ്വാപരയുഗത്തിൽ കേമനായിട്ടൊരാളുണ്ട്, കൃഷ്ണസോദരൻ, പിന്നെ മഹാപരാക്രമൻ ബലരാമൻ രേവതിയുടെ അച്ഛനാണ് ഞാൻ പറയുന്ന ആൾ. എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല. രേവതിനെ അവൾക്ക് കൊടുക്കൂ. അപ്പോൾ അത് ഓർമ്മ വരണം. അത് ഓർമ്മ വരുമ്പോൾ ഇത് നമ്മൾക്ക് ശരിയായിട്ട് തോന്നും. അതായത് നൃപൻ ഒരാണ്ട് അങ്ങിനെ ചക്രഭീതി നിമിത്തം മോടിയിടനമാ മുനീന്ദ്രൻ വന്നെത്തിടും നാൾ വരെ വെള്ളമല്ലാതെ ആഹാരമില്ല. അത്ഭുതം എന്തു ചൊല്ലും. ഋഷീശ്വരൻ പോകവേ ആ മഹാത്മാവ് ഉണ്ടു ഉള്ളതിൽ ബാക്കി ചക്രവർത്തിയാണെന്ന് പറഞ്ഞിട്ടേ ഞാൻ എച്ചിൽ കഴിക്കില്ല എന്നല്ല പറഞ്ഞത്. ദുർവാസാവ് മഹർഷിയുടെ ഉച്ഛിഷ്ടം, ഒരു ഋഷി, ദേവതുല്യനാണ്. നമ്മളെപ്പോലുള്ള അല്പന്മാർക്ക് കഥയിൽ കൂടെ ഈശ്വരീയ മഹിമ പറഞ്ഞു തരാൻ ഉപകരിച്ച ഒരു മഹാനുഭാവനാണ്. അതുകൊണ്ടാണ് ഋഷീശ്വരൻ പോകവേ ആ മഹാത്മാവ് ഉണ്ടുള്ളതിൻ ബാക്കി ഭുജിച്ച്. അത് അദ്ദേഹത്തിന് കൊടുത്തതിൻ്റെ, ഇനി പിച്ചിലെന്ന് പറയേണ്ട, ഒരു പാത്രത്തിൽ നിന്ന് കൊടുത്തു, അതിൻ്റെ ബാക്കി അതാ പറഞ്ഞത്. എനിക്ക് പണ്ടൊരു ദുശ്ശീലുണ്ടായിരുന്നു. അച്ഛൻ ഊണ് കഴിച്ച ഇലയിൽ ഞാൻ കഴിച്ചിരുന്നു ഒരു കാലത്ത്. ഒരു 12 വയസ്സ് വരെയൊക്കെ അച്ഛൻ കാണാണ്ടൊക്കെ. ഒരു ദിവസം ഞാനും അമ്മയായിട്ട് എന്തോ ഒരു വാക്ക് തർക്കം. എന്തിനു വേണ്ടിയിട്ട്? അച്ഛൻ്റെ ഇലയ്ക്ക് വേണ്ടി. അച്ഛൻ്റെ ഇലയിൽ ഞാൻ ഉണ്ണുന്നു, അത് നടക്കുള്ളതല്ല, എനിക്ക് അച്ഛൻ്റെ ഭാര്യ ജാലാടി, എനിക്കുള്ളതല്ല, നീ വേറെ ഇല വെച്ച് ഉണ്ണണം എന്ന് പറഞ്ഞു. ഇത് അച്ഛൻ കേട്ടു. അച്ഛൻ വന്നു, തനിക്ക്
സ്വബുദ്ധി ഉണ്ടാവും. ഇപ്പോൾ താൻ നിർത്തും ഇതെന്നാണ് വിചാരിച്ചത്. പക്ഷേ താനത് നിർത്തുന്നില്ല. അപ്പോൾ എനിക്കിനി പറയേണ്ട സമയമായി. ഞാൻ ഊണ് കഴിച്ച ഇല എൻ്റെ ഭാര്യയ്ക്കുള്ളതാണ്, തൻ്റെ അമ്മയ്ക്കുള്ളതാണ്. ഇനി മേലിൽ താൻ എൻ്റെ ഇലയിലിരിക്കരുത്. ഇങ്ങനെ ചിരിച്ചു പറഞ്ഞു. ഹാറ്റ്സ് ഓഫ് ടു ഹിം. ആ ഒരു കഥാപാത്രത്തെയാണ് ഞാൻ ഓരോ എപ്പിസോഡ് പറയുമ്പോഴും ശ്രീ രംഗനാഥ ശർമ്മണേ നമ എന്ന് പറഞ്ഞ് നമസ്കരിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ പേരാണ് അത്. വലിയൊരു ഹിസ്റ്റീരിയാണ് ആ പേര്, മനസ്സിലായില്ലേ? അപ്പം ഇവിടെ പറഞ്ഞു വന്നത് എന്താ? ഋഷീശ്വരൻ പോകവേ ആ മഹാത്മാവുണ്ടുള്ളതിൻ ബാക്കി ഭുജിച്ചു ഭൂപൻ ഓർത്താൻ മുനിക്കുള്ളഴൽ പിന്നെ രക്ഷ തൻ ധൈര്യം എല്ലാം ഭഗവൽ കടാക്ഷം. 3 കാര്യമാണ്. ഓർത്താൻ മുനിക്ക് എന്നെ കൊണ്ട് വന്ന അഴൽ, ബുദ്ധിമുട്ട്. പിന്നെ രക്ഷ, തൻ ധൈര്യവും എല്ലാം ഭഗവൽ കടാക്ഷം. എൻ്റെ കേമത്തരെന്നല്ല പറഞ്ഞത്, ഭഗവൽ കടാക്ഷം. അത് തന്നെ നമ്മൾ ഓരോരുത്തരും. ഞാനിപ്പോൾ ലൗകികാവസ്ഥയിൽ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് വേ ഓഫ് മെറ്റീരിയലിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയും, ഞാൻ 2750 പ്രഭാഷണമുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് എന്താ പറയണത്? അത് എൻ്റെ ഒരു കഴിവല്ല. അത് ഈശ്വരൻ്റെ പ്രചോദനം കൊണ്ട് മാത്രം. ഇന്നലെ എൻ്റെ ഒരു ഫാസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ശിഷ്യനും കൂടിയാണ്, ഞാൻ അയാളെ ഫ്രണ്ട് എന്നൊന്നും പറയില്ല, എൻ്റെ അനിയനെ പോലെ. അപ്പോൾ അത് മൂപ്പര് പറയാണ്, രാജേട്ടനിപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഇത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു എന്നുള്ളതാണ്. ശരിയാണ്. ദാരിദ്ര്യം ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. കാരണം എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ മക്കളൊക്കെ സ്റ്റഡിയായി, അവരെല്ലാ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെന്താ? അപ്പം ഇത് എൻ്റെ ഒരു കടമ, എൻ്റെ കടപ്പാട്. ഞാൻ മരിക്കുന്നതിൻ്റെ മുമ്പേ, കാലഹരണപ്പെടുന്നതിൻ്റെ മുമ്പേ എത്ര പറഞ്ഞ് തീർക്കാൻ പറ്റും? അല്ലെങ്കിൽ ഈ മുമ്പിലത്തെ 4 പല്ല് പൊയ്യണ വരെ. കാരണം ഈ കാറ്റ് പിടിച്ച് നിൽക്കണ്ടേ, ശബ്ദം പറയണത് ശരിക്കും മനസ്സിലാവണ്ടേ. അതാണ് ഇവിടെ ഉള്ളത്. മുനിക്കുള്ളഴൽ പിന്നെ രക്ഷാ തൻ ധൈര്യമെല്ലാം ഭഗവൽ കടാക്ഷം. ഈ മട്ട് അനേകം സുഗണങ്ങൾ മൂലം അശേഷകർമ്മങ്ങളും ഈശ്വരങ്കൽ. എല്ലാ കർമ്മവും ഈശ്വരങ്കൽ അർപ്പിക്കുക, അശേഷം, ഒന്നും ബാക്കിയില്ലാണ്ട്. ഈ മട്ട് അനേകം സുഗുണങ്ങൾ മൂലം അശേഷകർമ്മങ്ങളും ഈശ്വരങ്കൽ അർപ്പിക്കും. ആ ഭക്തനു തോന്നി സത്യലോകാദി പോലും നിരയങ്ങൾ മാത്രം. സത്യലോകം, ബ്രഹ്മാവിൻ്റെ ലോകം, വൈകുണ്ഠം അല്ലെങ്കിൽ കൈലാസം എന്നുള്ളതൊന്നും ഒരു ഇടമല്ലാതാ പറഞ്ഞത്. പിന്നെ എന്താ ഇടം? ബാലാഗ്രശതഭാഗസ വിസ്തരസ ഏകോ ജീവ. ആ ചൈതന്യം നിവസിക്കുന്ന നമ്മുടെ സ്വന്തം ഹൃദയ ഗഹ്വരം, അവിടെയാണ് ഈ 3. ഏത്? സത്യലോകവും ഈ കൈലാസവും ഈ വൈകുണ്ഠവും അവിടെയാണ്. അതുകൊണ്ട് നമ്മൾ മിസ്റ്റർ ക്ലീൻ ആവാൻ ശ്രമിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ അർപ്പിക്കും ആ ഭക്തനു തോന്നി സത്യലോകാദി പോലും നിരയങ്ങൾ മാത്രം. തൻ തുല്യരാം മക്കളിൽ ഉർവി, തന്നെ പോലെ തൻ തുല്യരാം മക്കൾ ഉർവി ഉള്ളം ശ്രീവാസുദേവൻ്റെ പാദാംബുജത്തിൽ അർപ്പിച്ച്. ഭൂമിയൊക്കെ നമ്മുടെ മക്കളിൽ അർപ്പിക്കുക. എന്താ ഉള്ളത് വെച്ചാൽ ഉള്ളം ഭഗവാനിൽ അർപ്പിക്കുക. ആ ഉള്ളത്തിൽ ബാലിശായിട്ട് നമുക്ക് പറയാം, ഞാൻ തന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ, അല്ലേ? സിനിമ പാട്ട് പാടിയിട്ടുണ്ട്. ആരോട് നിങ്ങൾ വേണമെങ്കിലും പറഞ്ഞോളൂ. പക്ഷെ ഈ ഉള്ളം പുഷ്പക വിമാനം പോലെയാണ്. ശ്രീരാവണ വധത്തിന് ശേഷം പുഷ്പക വിമാനത്തിലാണ് അത്രയും ആൾക്കാർ ഈ സേതുബന്ധത്തു കൂടെ നടന്നുപോയ വാനരന്മാർ മുഴുവൻ, പ്ലസ് വിഭീഷണൻ മുതലായിട്ടുള്ള ശ്രീലങ്കയിലത്തെ രാജാക്കന്മാരും പരിവാരങ്ങളും, പിന്നെ വഴിയിൽ കിഷ്കിന്ധയിൽ ഉള്ള വാനര സ്ത്രീകളെയും വാനരന്മാരെയും ഒക്കെ അതിൽ കയറ്റിയെന്നാണ് പറഞ്ഞത്.
അതായത് ആൾക്കാർ കയറുന്തോറും സീറ്റിംഗ് കപ്പാസിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കൂടും. എൻജിൻ ത്രസ്റ്റ് എത്ര വേണമെങ്കിലും ശ്രീരാമൻ എന്താ ആഗ്രഹിക്കണം അവിടെ ഇറങ്ങും. അങ്ങനെയാണ്. റെഗുലേറ്റർ സ്റ്റിയറിംഗ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. അതേപോലെയാണ് നമ്മുടെയൊക്കെ മനസ്സ്. നമ്മൾ എത്ര അടി, എത്ര ഇഞ്ച്, എത്ര വെയിറ്റ് ഉണ്ട് എന്നുള്ളത് ഇമ്മെറ്റീരിയൽ. ഈ കൈലാസത്തിനെയും സത്യലോകത്തിനെയും വൈകുണ്ഠത്തിനെയും 14 ലോകങ്ങളെയും അമ്മാനം മാടുന്നത് എവിടെയാണ്? നമ്മുടെ മനസ്സിലാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ മനസ്സിനെ തളർത്താൻ ഈ ഭൂമണ്ഡലത്തിൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റിയ ആൾക്കാരില്ല എന്നൊരു ധാരണ നമുക്ക് ഉണ്ടായാൽ മതി. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മളും ഭഗവാനിൽ നമ്മുടെ ഉള്ളം അർപ്പിച്ചാൽ മതി. പിന്നെ ഭഗവാൻ നമ്മുടെ വൈഭോഗങ്ങൾ നോക്കിക്കോളും. അപ്പോൾ ഈ ഓരോ ശ്ലോകവും നമ്മുടെ സ്മൃതിപഥത്തിൽ ഇങ്ങനെ ആഞ്ഞടിച്ചിട്ടുണ്ടാവണം. ശ്രീ വാസുദേവൻ്റെ പദാംബുജത്തിൽ അർപ്പിച്ച് ഞാൻ എൻ്റേത് എന്ന് വിട്ട്, ഞാനെന്നും എൻ്റേതെന്നുള്ളത് വിട്ടാൽ മതി. വിട്ട് തപോവനം പോയി മഹാനുഭാവൻ തപസ് ചെയ്യാൻ വേണ്ടി പോയി. ആരെ? നഭാഗപുത്രനായിരിക്കുന്ന അംബരീഷ ചക്രവർത്തി. പുണ്യപ്രദം പാവനം അംബരീഷ ചരിത്രം അമ്പേന്തിയിരുന്നു കേട്ടും. അമ്പേന്തി താല്പര്യത്തോട് കൂടിയിട്ട് ആരാണ് ഇത് കേൾക്കണത്? ആരാണിത് പറയണത്? പുണ്യപ്രദം പാവനം അംബരീഷ പരിചരിത്രം അമ്പേന്തി ചരിത്രം അമ്പേന്തിയിരുന്നു കേട്ടും കീർത്തിച്ചും ആവോളവും ഉള്ളിലോർത്തും. 3-4 പ്രക്രിയകളുണ്ട് ഇതിനെ. ശ്രവണം, മനനം, ധ്യാനം. അല്ലേ? ശ്രവിക്കണം, എന്നിട്ട് അതിനെ മനനം ചെയ്യണം, എന്നിട്ട് അതിനെ ധ്യാനിക്കണം. നിധിന്യാസം മുതലായിട്ടുള്ള കാര്യങ്ങൾ. അതാണ് പറഞ്ഞത്. കീർത്തിച്ചും ആവോളവും ഉള്ളിലോർത്തും ശീലിക്കുവോന് ഉത്തമ ഭക്തിമാനാം. ഭക്തിമാർഗത്തിൽ ഉത്തമനായിട്ട് കഴിയാൻ പറ്റും. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ വിഭൂതികാണ്ഡേ 19-ദ്വിശതമ സർഗ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അതോടുകൂടി 219 സർഗം കഴിഞ്ഞു. നാളെ നമ്മൾക്ക് 220 സർഗം മാന്ധാന്താവും സൗഭരിയും എന്നുള്ള കഥയിലേക്ക് നമ്മൾ കയറും. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ് നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.